ഹായ്, വെൽക്കം ബാക്ക് ടു സ്വാതി സേസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഡീറ്റാൻ മാസ്ക് ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. അധിക പൈസ ചെലവൊന്നും ഇല്ലാണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെക്കും. ഇത് ഉണ്ടാക്കി വെച്ച് നമുക്ക് കുറെ കാലത്തേക്ക് യൂസ് ചെയ്യാം. ആ രീതിയിലാട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇതൊരു നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ കൺസിഡർ ചെയ്യാന്നറിയോ, ഒരു ഡീറ്റാൻ റിച്വൽ പോലെ കൺസിഡർ ചെയ്യാം. വീക്ക്ലി വൺസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ. അതിൽ ഞാൻ കുറച്ച് ബോഡി ഓയിൽസ് കാണിക്കുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്ക്, ബോഡി പാക്ക് ആൻഡ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യേണ്ട ഒരു സ്ക്രബ് പോലെ, സ്ക്രബ് എന്നങ്ങ് കരുതണ്ട, ഫേസിലൊന്നും യൂസ് ചെയ്യേണ്ട, ബോഡിയിൽ മാത്രം യൂസ് ചെയ്യാനായിട്ട് ഒരു സ്ക്രബ് പോലൊരു സാധനം. ഇത് ഇത്രയായിരിക്കും ഞാൻ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. വായോ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോ കുറച്ചുകൂടി ഈസി ആവാൻ പോകുന്നത് ട്രിവാൻഡ്രത്തുള്ളവർക്കായിരിക്കും. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് പല കടകളിൽ നിന്നാണ് സാധനങ്ങളെല്ലാം മേടിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഈ കൈൻഡ് ഓഫ് കടകളുണ്ടാവും. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും പേര് പറയുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ അങ്ങാടിക്കട എന്നാണ് കൂടുതലും പറയാറ്. ഈ ആയുർവേദ സാധനങ്ങൾ, ഇങ്ങനത്തെ പൊടികൾ, ഇതൊക്കെ കിട്ടുന്നതിന് അങ്ങാടിക്കട എന്നാണ് പറയാറ്. പിന്നെ ഓയിൽസ് നിങ്ങൾക്ക് ഏത് ആയുർവേദിക് ഷോപ്പിൽ നിന്ന് വേണോ വാങ്ങിക്കാം. അതായത് കോട്ടയ്ക്കൽ നിന്നോ ഔഷധിയിൽ നിന്നോ എവിടെ നിന്ന് വേണോ വാങ്ങിക്കാം. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി വാങ്ങിച്ചാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ ഈ അങ്ങാടി കട എന്ന് പറയില്ലേ. ഇവിടെ ആയുർവേദിക് സാധനങ്ങളാണ് എല്ലാം കിട്ടുക കേട്ടോ. അതായത് ഈ കസ്തൂരി മഞ്ഞൾ, പിന്നെ ഈഞ്ച, രക്തചന്ദനം, ഇങ്ങനെ തുടങ്ങി ആയുർവേദിക് റിലേറ്റഡ് എന്തൊക്കെ വേണോ അതെല്ലാം ഈ കടയിൽ കിട്ടും. ഇത് വരുന്ന സ്റ്റാച്യു പുളിമൂട് എന്ന് പറയുന്ന സ്ഥലമില്ലേ, അവിടെ നിന്ന് മാക്സിൻ്റെയൊക്കെ തൊട്ടടുത്ത്, അവിടെ ഒരു മാക്സില്ലേ, അതിൻ്റെ തൊട്ടടുത്താണ് ഈ അങ്ങാടി കട, കൃഷ്ണ ആയുർവേദിക്സ് അങ്ങാടി കട. ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ആകെ 2 സാധനം മാത്രമാണ് മാറി ഔഷധി പോയി വാങ്ങിച്ചത്. വേറൊരു സാധനം ചേരം കണ്ടോ, ഇവിടെ ഇങ്ങനെ പൗഡറാക്കി വെച്ചിട്ടുണ്ട് അവർ, കസ്തൂരി മഞ്ഞളിൻ്റെ, രക്തചന്ദനത്തിൻ്റെ, അങ്ങനെ ഇഷ്ടം പോലെ പൊടികൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ ആയുർവേദിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ വന്നാൽ മതി കേട്ടോ. 100, 40, 50, 155, 45. നിങ്ങൾ ഈ സാധനം കണ്ടോ, ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അതായത് ഇതിന് മഞ്ഞ കളറല്ല ഉണ്ടാവുക, ഇതൊരു വെള്ള കളറിലാണ് ഉണ്ടാവുക. ഞാൻ കാണിച്ചു തരാമേ. അവർ കണ്ടാൽ എന്തെങ്കിലും പറയുമോ? ഓക്കെ, കണ്ടോ, ഈ ഒരു കളർ, നമ്മൾ ഇഞ്ചിയുടെയൊക്കെ കളറാണ് ഈ കസ്തൂരി മഞ്ഞൾ. നമുക്ക് ഇത് അരച്ചിട്ടാൽ നമുക്ക് മഞ്ഞ കളർ തോന്നില്ല, എന്നാൽ മഞ്ഞളിൻ്റെ ബെനിഫിറ്റ് കിട്ടും. നല്ല സ്കിൻ ബെനിഫിറ്റുള്ള സാധനമാണ് ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. അതായത് മറ്റേ മഞ്ഞളിനെക്കാളും, മറ്റേതിന് ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട്, പക്ഷേ കസ്തൂരി മഞ്ഞളാണ് കുറച്ചുകൂടി നമ്മളെ സ്കിൻ ബെനിഫിറ്റ്. ഇതാണ് കുടമഞ്ഞൾ, കുടം പോലെ ഇരിക്കും, കുടമഞ്ഞളെന്ന് പറയും. എനിക്ക് ഈ എല്ലാ മഞ്ഞളും ഒരുമിച്ച് കാണാൻ പറ്റിയത് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാ മഞ്ഞൾ. അങ്ങനെ 3 തരം മഞ്ഞൾ. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി നമുക്ക് നോക്കാം. ആദ്യം വാങ്ങിച്ചത് ഞവരരിയാണ്. ഞവരരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് സാധനം. ഓക്കെ, ഇത് നമ്മുടെ സ്കിൻ ഡീറ്റോക്സ് ചെയ്യാനും ബ്രൈറ്റനിങ് എഫക്റ്റിനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. യൂസ് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഭയങ്കര നല്ലതാണ്. നമുക്ക് ഇതിപ്പോൾ ഞാൻ കുറച്ചൊരു 1.5 മാസത്തേക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇപ്പോൾ ഒരു 500 ഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ്, കുറച്ച് മതി. ഇപ്പോൾ 40 രൂപയായി. 40 രൂപയായുള്ളൂ. അപ്പോൾ അത് വാങ്ങിച്ച് വയ്ക്കുക. പിന്നെ അടുത്തത് ഓറഞ്ച് പൗഡർ. എത്ര മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട. ഈ 500 ഗ്രാം നവരരിക്ക് നമുക്ക് 30 ഗ്രാം ഓറഞ്ച് പൊടി മതി. ഓറഞ്ച് പൊടി, പിന്നെ റോസ് പൗഡർ, അതും ഒരു 30 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം വാങ്ങിച്ച സ്ഥലം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള അങ്ങാടി കടകളിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടും കേട്ടോ. പിന്നെ കസ്തൂരി മഞ്ഞൾ ഞാൻ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റ്, 100 ഗ്രാമാണ് ഞാൻ മൊത്തം കൂടെ ചേർക്കുന്നത് അതിനകത്ത്. ഓക്കെ, പിന്നെ വാങ്ങിച്ചിട്ട് മഞ്ചിഷ്ടപ്പൊടി, ഇതും 50 ഗ്രാമിൻ്റെ ഒരു പാക്ക്. ഇത്രയാണ് ഞാൻ പൊടികളായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത്, ഇതിലിപ്പോൾ 500 ഗ്രാം നവരരിയും ഞാനൊരു 300 ഗ്രാം മസൂർ ദാൽ, ഓറഞ്ച് കളർ ദാലിൻ്റെ, മസൂർ ദാൽ എന്നാണ് എനിക്ക് തോന്നുന്ന പേര്, ഞാനിവിടെ കൊടുത്തേക്കാം. ആ ഓറഞ്ച് കളർ ദാലും ഇത് രണ്ടും കൂടെയാണ് ഞാൻ പൊടിച്ച് ചേർക്കുക. ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരിക. അതിൻ്റെ കൂടെ ബാക്കി ഞാൻ ഈ പറഞ്ഞ പൊടി. ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു പൊടി പറയാൻ പറഞ്ഞത്, യഷ്ടി ചൂർണം. ഇത് ഞാൻ ഔഷധി നാട്ടോ വാങ്ങിച്ചത്. സാധാരണ വേറെ കടകളിലൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഇത് ഔഷധി ചോദിച്ചാൽ എന്തായാലും കിട്ടും ഈ യഷ്ടി ചൂർണം എന്ന് പറയുന്നത്. പിന്നെ ബോഡിയിൽ യൂസ് ചെയ്യാൻ 2 എണ്ണയാണ് വേണ്ടത്. അതിലൊന്ന് ഏലാതികേര, ഒന്ന് നാൽപ്പാമരാതികേര. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണോ വാങ്ങിക്കാം. ഔഷധിയിൽ നാൽപ്പാമരാതി അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ പൊടികളൊക്കെ വാങ്ങിച്ച കടയിൽ നിന്ന് തന്നെയാണ് നാൽപ്പാമരാതി വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണോ വാങ്ങിക്കാം. ഔഷധി വാങ്ങിക്കാം, കോട്ടയ്ക്കൽ നിന്ന് വാങ്ങിക്കാം, എവിടെ നിന്ന് വേണോ വാങ്ങിക്കാം കേട്ടോ.
ഇത് രണ്ടും വാങ്ങിക്കാം. എനിക്ക് ഈ കടയിൽ ഒരു സ്പെഷ്യാലിറ്റി തോന്നിയത് ഈ ശ്രീകൃഷ്ണ ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും. ഇവരുടെ ഈ നാൽപ്പാമരത്തെ കരയിൽ എനിക്ക് മഞ്ഞൾ കുറച്ചുകൂടി മൈൽഡായിട്ട് തോന്നി. കോട്ടയ്ക്കലിലെ മഞ്ഞൾ കുറച്ച് എനിക്കിപ്പോൾ പോകാൻ കുറച്ച് പാടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഏത് ബ്രാൻഡ് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയൊരു സാധനമാണ് ഈ കസ്തൂരി മഞ്ഞളിൻ്റെ ഇങ്ങനെ റൂട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ വെള്ള കളർ റൂട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതും നമ്മളെ എൻ്റെ പേരുണ്ട് ഇതും വെയിറ്റ് അയ്യാ ഓക്കെ. ഇതും കസ്തൂരി മഞ്ഞളും രക്തചന്ദനവും കൂടെ അരച്ച് ഒരുമിച്ചിട്ടാൽ നമ്മൾ മുഖത്തെ പാടൊന്നും കുറയാൻ ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ ആദ്യമായിട്ടാണ് മുഖത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും അരച്ചിട്ട് ഞാൻ സാധാരണ ഇതിലേതെങ്കിലും പാക്ക് തന്നെയാണ് ഇടാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്നു ഇത് രണ്ടും മാത്രം അരച്ചിട്ട് ഇത് രക്തചന്ദനത്തിൽ പൊടി വാങ്ങിക്കാൻ നിൽക്കണ്ട, ഇങ്ങനെ കട്ടയായിട്ട് കിട്ടുമെങ്കിൽ ഇത് വാങ്ങിയിട്ട് തടിയായിട്ട് വാങ്ങിച്ചിട്ട് നല്ലോണം ഉരച്ചിട്ട് മുഖത്തിടുന്നത് നല്ല എഫക്റ്റാണ്. അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഇത് ഞാനും ആദ്യമായിട്ടാണ് ചെയ്യണം, അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇത് ഭയങ്കര റിസൾട്ടാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കേട്ടിട്ടുണ്ട് നല്ലതാണെന്ന്. ഈ രക്തചന്ദനം ഈ ചിക്കൻ ബോക്സിൻ്റെ മാർക്കൊക്കെ വരുമ്പോൾ പോകാൻ വേണ്ടി ഉപയോഗിക്കാനായിട്ട് എനിക്കറിയാം. പക്ഷേ ആക്നെ മാർക്സ് കാര്യം എനിക്കറിയില്ല. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇനി ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നല്ലേ കാണിച്ചു തരാം. ആദ്യം പാടുള്ള പരിപാടികൾ ചെയ്യുക. ഈ പൊടിച്ചെടുക്കുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഞവരരിയും നല്ല രീതിയിൽ പൊടിയണം. അതായത് വളരെ ഫൈൻ പൗഡർ, നമുക്ക് ഈ തരിയായിട്ട് ഒട്ടും തോന്നാത്ത രീതിയിൽ നല്ലോണം പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ അത് ചെയ്യുക. ഇനി രണ്ടാമത്തത് ഈ മസൂർ ദാൽ എന്ന് പറഞ്ഞ സാധനമില്ലേ, മസൂർ ദാലും ഇതുപോലെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ രണ്ട് പൊടിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അതിലേക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം എല്ലാം ആഡ് ചെയ്യുക. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം ആയി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫില്ല് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് സുഖമായിട്ടൊരു 3 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓരോ സ്കിൻ ടൈപ്പുകാരും ഓരോ സാധനങ്ങൾ വെച്ചാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യുന്നത് തൈര് വെച്ചിട്ടാണ്. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് പാല് വെച്ചിട്ട് ചെയ്യാം. പാല് വെച്ചോ തൈര് വെച്ചോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഡ്രൈ സ്കിന്നാണ്, ഞാൻ ഇപ്പോൾ തൈരാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പാലും നല്ലതാട്ടോ, നല്ല എഫക്റ്റാണ്. ഇനി ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ ആക്നി പ്രോൺ സ്കിന്നാണ്, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ വെച്ച് റീപ്ലേസ് ചെയ്യാം. സാധാ വാട്ടറിലും ഇത് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റായിട്ട്, എൻ്റെ ഡ്രൈ സ്കിൻ ആയിട്ട് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് മിൽക്കും കേർഡുമാണ് കേട്ടോ. ഇങ്ങനെ നല്ല രീതിയിൽ പേസ്റ്റാക്കി നമുക്ക് കിട്ടും. ആൻഡ് ഇതാണ് ടെക്സ്ചർ, കണ്ടോ, ഭയങ്കര സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള ടെക്സ്ചറാണ്. നമുക്ക് ഒട്ടും ഹാർഷായിട്ട് തോന്നില്ല കേട്ടോ ഇത്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് 2 എണ്ണയാണ് വേണ്ടത്, നാൽപ്പാമരാതി ഏലാതിയും. രണ്ടും 1:1 പ്രൊപ്പോർഷനിലാണ് വേണ്ടത്. ഏകദേശം ഒരളവ് എടുത്താൽ മതി. ആദ്യം ഏലാതി കേര കുറച്ചെടുക്കുക. അതുപോലെ തന്നെ നാൽപ്പാമരാതി കേര നല്ലോണം കുലുക്കിയിട്ട് യൂസ് ചെയ്യണേ. നാൽപ്പാമരാതി കേരയും കുറച്ച് എടുക്കുക. ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ ബോഡിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഞാനിതിപ്പോൾ കയ്യിലാണ് കാണിക്കുന്നത്. നമുക്ക് ഫുൾ ബോഡിയിൽ ഈ ഓയിൽ യൂസ് ചെയ്യാം. നല്ല സമയമെടുത്ത് മെല്ലെ മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ നോക്കുക. അല്ലാണ്ട് ധൃതിയിൽ ഒരു 10 മിനിറ്റിൽ ചെയ്തിട്ട് പോകാം എന്നൊരു മൈൻഡ് സെറ്റിൽ നിൽക്കരുത്. എന്തായാലും നമ്മൾ ചെയ്യുന്ന വീക്കിലി വൺസ് ആണ്. അപ്പോൾ ഒരു ഞായറാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് സമയം ഇതിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് മസാജ് ചെയ്യാൻ എടുത്തോളൂ. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് ഈ ഓയിൽ ലീവ് ഓൺ ചെയ്യാൻ എടുക്കുക. അങ്ങനെ ടോട്ടൽ 20 മിനിറ്റ്സ് ഈ പരിപാടി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാസ്ക് യൂസ് ചെയ്യാം. മാസ്ക് നമ്മൾ ഓയിൽ ചെയ്ത സ്കിന്നില്ല, അതിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ദേഹം നനയ്ക്കില്ല, അല്ലാണ്ട് ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുക. നമുക്ക് ബോഡി ഒട്ടാകെ ഈ മാസ്കും യൂസ് ചെയ്യാം. വീക്ക്ലി വൺസ് ആയതുകൊണ്ട് തന്നെ ഫേസിലും യൂസ് ചെയ്യാം. ഫേസിൽ നമ്മളൊരു മാക്സിമം 10 മിനിറ്റ്സ് ലീവ് ഓൺ ചെയ്താൽ മതി. ബോഡിയിൽ നമുക്കൊരു 20 മിനിറ്റ്സ് വരെ നമുക്കത് ലീവ് ഓൺ ചെയ്യാം. ആൻഡ് ബോഡിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചതാണ്, ഞാനിങ്ങനെ സ്ക്രബ് ചെയ്തിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. സ്ക്രബ് ചെയ്തിട്ട് ഞാനൊന്ന് ലീവ് ഓൺ ചെയ്യാണ് ചെയ്യുന്നത്. ഫേസ് ചെയ്യുമ്പോൾ ആ സ്ക്രബിങ് വേണ്ട, ജസ്റ്റ് ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്തിട്ടാൽ മതി കേട്ടോ. ഇതൊരു 20 മിനിറ്റ്സ് ലീവ് ഓൺ ചെയ്തിട്ട് നമുക്ക് വാം വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് കളയാം. വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ ഉടനെ മോയ്സ്ചറൈസർ എന്തായാലും യൂസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ആദ്യത്തെ ഒരു ദിവസത്തെ മെനക്കേടേ ഉള്ളൂ. ഈ പൊടിയൊക്കെ വാങ്ങിച്ചൊന്ന് സെറ്റ് ചെയ്ത് പൊടിച്ച് വെക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് ഒന്ന് പാടായിട്ടുള്ളത്. അതൊന്ന് സെറ്റ് ചെയ്താൽ പിന്നെ ഒരു 3 മാസം നിങ്ങളൊന്നും നോക്കണ്ട, സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് എടുത്ത് യൂസ് ചെയ്യുക. കറക്റ്റായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഓർത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത് യൂസ് ചെയ്യേണ്ട ഫ്രീക്വൻസി പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ എല്ലാ ദിവസവും ഓയിൽ യൂസ് ചെയ്യാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ വീക്ക്ലി 2 അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സും നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഡ്രൈ സ്കിൻ ആണെങ്കിൽ
പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും ഈ ഓയിൽ മസാജ് നിങ്ങൾക്ക് ചെയ്യാം. ഇനി പാക്ക് യൂസ് ചെയ്യുമ്പോൾ വീക്ക്ലി വൺസ്, ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും വീക്ക്ലി വൺസ് മാത്രം പാക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ കോഷ്യസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട സ്കിൻ ടൈപ്പ് കൂടെ പറയാം. ആക്നി പ്രോൺ സ്കിന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി ആക്നി, ബാക്ക് ആക്നി ഒക്കെ വരുമെങ്കിൽ ബോഡിയിൽ ഓയിൽ യൂസ് ചെയ്യേണ്ട. അല്പമില്ലാതികയും എല്ലാതികയും സ്കിപ്പ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് പാക്ക് യൂസ് ചെയ്യാം. 10 മിനിറ്റ്സ് ലീവ് ഓൺ ചെയ്ത് വാഷ് ഓഫ് ചെയ്താൽ മതി. ഇനി സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷെ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കഴുത്തിൻ്റെ ഇവിടെ ആയിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇറിറ്റേഷൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഒരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് നേരം ലീവ് ഓൺ ചെയ്ത് ഭയങ്കര ഡ്രൈ ആവണ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് 20 മിനിറ്റ്സ് ഒന്നും വരണ്ട. 10 മിനിറ്റ്സിൻ്റെ ഒക്കെ ആവശ്യമേ കേട്ടോ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് റിവ്യൂ കമൻറ്റ് ചെയ്യണേ. ഗ്രാജുവലി നല്ലൊരു ഡീറ്റാൻ എഫക്റ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ടൈപ്പ് വീഡിയോ വേണമെങ്കിൽ, ഇങ്ങനത്തെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്തോ. അപ്പോൾ അത്രയേ ഉള്ളൂ.